എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ഓഗസ്റ്റ് 24 നടത്തിയ ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്യുന്നത്. ഇതിന് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്ത് അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് ആണ്. The following table shows the total exports in crore of 6 countries A to F over the 5 years from 2019 to 23. Based on the data in the table, answer the questions that follow. അതായത് ഈ ടേബിളിൽ നമുക്ക് ടോട്ടൽ എക്സ്പോർട്സ് ആണ് ക്രോറിൽ കൊടുത്തിരിക്കുന്നത്. 6 കൺട്രിയുടെ ABCDEF എന്ന് പറഞ്ഞ 6 കൺട്രിയുടെ 5 വർഷത്തെ, അതായത് 2019, 20, 21, 22, 23 എന്നീ കാലഘട്ടങ്ങളിലെ ടോട്ടൽ എക്സ്പോർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ടേബിളിലെ ഡേറ്റ വെച്ചിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട്. കൺട്രി വൈസ് ഡീറ്റെയിൽസ് ഓഫ് എക്സ്പോർട്സ്. A 2019 40, 20 80, 21 120, 22 90, 23 180. ബിയിൽ 2019 60, 20 50, 21 30, 22 100, 23 200. സിയിൽ 2019 100, 20 110, 21 140, 22 180, 23 130. ഡിയിൽ 2019 90, 20 120, 21 40, 22 30, 23 50. ഇയിൽ 2019 120, 20 100, 21 110, 22 200, 23 220. ഇനി എഫിൽ 2019 48, 20 80, 21 120, 22 150, 23 240. ഇതാണ് നമ്മുടെ ടേബിൾ. ഇനി നമ്മളോട് ശ്രദ്ധിക്കാനായിട്ട് നോട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടാണ്. അതായത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ഈസ് ഈക്വൽ ടു ഇൻകം. ഇത്രയാണ് നമ്മുടെ ഡേറ്റ. ഇനി നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What was the income of all the 6 countries together in the year 2023 if the total imports of all these countries together was rupees 770 crore in the same year? 2023 6 കൺട്രീസ്, അതായത് ABCDEF എന്ന് പറയുന്ന 6 കൺട്രിയുടെ ടുഗദർ എടുത്ത് കഴിയുമ്പോൾ അവിടുത്തെ ടോട്ടൽ ഇമ്പോർട്ട്സ് 770 ക്രോറാണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇൻകം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മളവിടെ 2023 ഇമ്പോർട്ട്സ് 770 കോടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻകം എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 250 ക്രോറ്, 320 ക്രോറ്, 560 ക്രോറ്, 480 ക്രോറ്. നമുക്ക് നോക്കാം. നമുക്ക് നോട്ടിൽ തന്നിട്ടുണ്ടായിരുന്നു ഇൻകം ഈസ് ഈക്വൽ ടു എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് എന്നൊരു നോട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഫോർമുല നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് ഇമ്പോർട്ട്സ് ടോട്ടൽ 770 ആണ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്പോർട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ്പോർട്ട് നമുക്ക് ഓൾറെഡി ഡേറ്റയിൽ തന്നിട്ടുണ്ട്, ടേബിളിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോട്ടൽ എക്സ്പോർട്ട് കണ്ടുപിടിക്കുക. 180 പ്ലസ് 200 പ്ലസ് 130 പ്ലസ് 50 പ്ലസ് 220 പ്ലസ് 240 ഈസിക്കൽ ടു 1020 എന്ന് കിട്ടി. അപ്പം നമുക്കിപ്പോൾ ടോട്ടൽ എക്സ്പോർട്ടും അറിയാം, ഇമ്പോർട്ടും അറിയാം. ഇനി നമുക്ക് ഇൻകം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻകം എന്താണ്? എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട് ഈസിക്കൽ ടു ഇൻകം. അതായത് 1020 മൈനസ് 770 ഈസിക്കൽ ടു 250 ക്രോറ്. അതായത് ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. 250 കോടിയാണ് ആൻസർ വരുന്നത്. Question. In the year 2090, if the ratio of exports to imports for country D and country F are 1:2 and 4:1 respectively, then what is the total imports of countries F and D together in the same year? അതായത് 2019 ഡി എന്ന് പറയുന്ന കമ്പനിയുടെ എക്സ്പോർട്ട് ടു ഇമ്പോർട്ടിൻ്റെ റേഷ്യോ 1:2 2019 എഫ് എന്ന് പറയുന്ന കൺട്രിയിലെ എക്സ്പോർട്ട്സ് ടു ഇമ്പോർട്ടിൻ്റെ റേഷ്യോ 4:1 ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്ന കമ്പനിയിൽ ഡി എന്ന് പറയുന്ന കമ്പനിയിൽ ടോട്ടൽ ഇമ്പോർട്ട്സ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2019 104 ക്രോറ്, 184, 190, 130. ഇതാണ് ഓപ്ഷനിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആൻസർ നോക്കാം. നമുക്ക് ആദ്യം ഡി എന്ന് പറയുന്ന കമ്പനിയിൽ എടുക്കാം. അപ്പോൾ നമുക്കറിയാം എക്സ്പോർട്ട് ഈസ്റ്റ് ഇമ്പോർട്ട് 1:2 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ട് എത്രയാണെന്നാണ് നമുക്ക് അറിയേണ്ടത്. എക്സ്പോർട്ട് നമുക്ക് ഓൾറെഡി തന്നിട്ടുമുണ്ട്, റേഷ്യോയും തന്നിട്ടുണ്ട്, എക്സ്പോർട്ടും തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് ഇമ്പോർട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ
ഇ പ്ലസ് ഐ എത്രയാണെന്ന് നമുക്ക് നോക്കാം. അതായത് 1:2 ഇതിൻ്റെ സം എത്രയാണെന്ന് നോക്കാം. നമുക്ക് റേഷ്യോ ആണ് തന്നിരിക്കുക. അപ്പം നമ്മൾ എക്സ് ഇൻറ്റു 1/3 എടുത്തു. അതായത് 2 + 1 3. എക്സ്പോർട്ട് നമുക്കറിയാം. അപ്പം നമ്മൾ അത് വെച്ചിട്ടാണ് ആദ്യം ചെയ്യുന്നത്. 1/3 = 90. ഇത് നമുക്ക് ടേബിളിൽ തന്നേക്കണതാണ്. അത് 1/3 = 90. അപ്പോൾ നമുക്ക് എക്സ് = 90 × 3 = 270 എന്ന് കിട്ടി. അതായത് ഇപ്പം നമുക്ക് ടോട്ടലും കിട്ടിയിട്ടുണ്ട്, എക്സ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇമ്പോർട്ട് കണ്ടുപിടിക്കാനായിട്ട് 270 നിന്ന് 90 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 180 എന്ന് കിട്ടും. അത് നമ്മൾ റേഷ്യോയുടെ ടോട്ടൽ എടുക്കുകയോ ചെയ്തത്, അതിനുശേഷം അതിൻ്റെ അന്ന് മൈനസ് ചെയ്ത് ഇമ്പോർട്ട് കണ്ടുപിടിക്കുകയാണ് ഇവിടെ ചെയ്തത്. ഇതേ മെത്തേഡ് തന്നെ നമ്മൾ എഫിൽ നോക്കുകയാണ്. എഫിൽ E:1 എന്ന് പറയുന്നത് 4:1 ആണ്. അപ്പോൾ ഇ പ്ലസ് ഐ, അതായത് ടോട്ടൽ കണ്ടുപിടിക്കുക. അതായത് എക്സ് ഇൻറ്റു നമുക്ക് എക്സ്പോർട്ട് 4 ആണ് റേഷ്യോ തന്നിരിക്കുന്നത്. 4/5 = 48. അത് നമുക്ക് ടേബിളിൽ തന്നിട്ടുണ്ട്. സോ എക്സ് = 48 × 5/4 = 60. അപ്പം നമുക്ക് ടോട്ടൽ 60 ആണെന്ന് കിട്ടി. എക്സ്പോർട്ട് പ്ലസ് ഇമ്പോർട്ട് എന്നുള്ളത്. ഇനി നമുക്ക് ഇമ്പോർട്ട് കണ്ടുപിടിക്കാം. ഇമ്പോർട്ട് കണ്ടുപിടിക്കാനായിട്ട് ഈ 60ൽ നമ്മൾ 48 കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന എന്ത് കാര്യമാണ്? ഈ എഫിൻ്റെ ഡിയുടെ ടോട്ടൽ ഇമ്പോർട്ട് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിനായിട്ട് 180 + 12 = 192. ആൻസർ വരുന്നത് ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ എക്സ്പോർട്ട് ഓഫ് കൺട്രി A in the year 2024 is 20% more than the combined export of country B in 2022 and export of country E in 2021 together, then what is the income of country A in the year 2024 if its import is 184 crore for that year? അതായത് 2022 ബിയുടെ എക്സ്പോർട്ടും 2021 ഇയുടെ എക്സ്പോർട്ടും കൂടെ കമ്പൈൻ ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പോർട്ടിനേക്കാൾ 20% കൂടുതലാണ് എ എന്ന് പറയുന്ന കമ്പനിയുടെ 2024 എക്സ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ 2024 എ എന്ന് പറയുന്ന കമ്പനിയുടെ ഇമ്പോർട്ട് 184 കോടിയാണെങ്കിൽ ഇൻകം എത്രയായിരിക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ 2024 കൺട്രി എയുടെ ഇൻകമാണ് കണ്ടുപിടിക്കേണ്ടത്. 106, 44, 92, 68 എന്നിവയാണ് നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്. സോ നമ്മൾ ആദ്യം ബിയുടെ ഇയുടെ, അതായത് 2022 ബിയുടെയും 2021 ഇയുടെയും കൂടെയുള്ള ടോട്ടൽ എക്സ്പോർട്ട് നമ്മൾ കാണുകയാണ്. അതായത് 100 + 120 = 200. നമുക്ക് ഡേറ്റ് തന്നിട്ടുണ്ട്, നമ്മളത് ആഡ് ചെയ്തു. 210 കിട്ടി. ഇനി എക്സ്പോർട്ട് ഓഫ് കമ്പനി എയും 2024 കാണുവാണ്. അതായത് ഈ ടോട്ടൽ എക്സ്പോർട്ടിനേക്കാൾ 20% കൂടുതലാണ് 2024 കമ്പനി എയിലെ എക്സ്പോർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 210 × 120/100 = 252 എന്ന് കിട്ടും. ഇൻകമിൻ്റെ ഫോർമുല എന്താണ്? എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടാണ്. എക്സ്പോർട്ട് നമുക്ക് 252 ആണ്, ഇമ്പോർട്ട് 184 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ 252 - 184 = 68. ആൻസർ 68 ആണ്. ഓപ്ഷൻ 4 ആണ് ആൻസർ. Next question, over all the given years the average export of country is %% more than the average export of country C. അതായത് എല്ലാ വർഷത്തെ എടുത്തു കഴിയുമ്പോൾ ഇ എന്ന് പറയുന്ന കമ്പനിയുടെ ആവറേജ് എക്സ്പോർട്ട്, ടോട്ടൽ അല്ല, ആവറേജ് എക്സ്പോർട്ട് എത്ര % കൂടുതലാണ് സി എന്ന് പറയുന്ന കമ്പനിയുടെ ആവറേജ് എക്സ്പോർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 30, 7/11, 9, 1/11, 30, 5/7, 12, 1/7 എന്നിവയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ആൻസർ നോക്കാം. നമ്മൾ ആദ്യം ഇ എന്ന് പറയുന്ന കമ്പനിയുടെ ടോട്ടൽ എക്സ്പോർട്ടാണ് കാണുന്നത്. 120 + 100 + 110 + 200 + 220 = 750 എന്ന് കിട്ടും. ഇനി ഇതിൻ്റെ ആവറേജ്, അതായത് 750 / 5 = 150 നമുക്ക് കിട്ടും. ഇനി സി എന്ന് പറഞ്ഞ കമ്പനീൻ്റെ എടുക്കുക. അവിടുത്തെ ടോട്ടൽ എക്സ്പോർട്ട് 100 + 110 + 140 + 180 + 130 = 660. അതിൻ്റെ ആവറേജ്, അതായത് 660 / 5 = 132 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ടിടത്തെ ആവറേജ് എക്സ്പോർട്ട് കിട്ടി. ഇനി പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ്. 150 - 132 / 132 × 100 = 1800 / 132 എന്ന് കിട്ടും. ഇനി നമുക്കിവിടെ ഫ്രാക്ഷനിലാണ്, സോ നമ്മളതുകൊണ്ട് വെട്ടിക്കുറച്ച് കാണുക. അപ്പം നമുക്ക് 37/11 എന്ന് കിട്ടും. Next question, what is the approximate percentage increase in the export of all the countries together in the year 2022 is comparison to the year 2020?
അതായത് 2022-20 കൂടെ കമ്പയർ ചെയ്ത് വെച്ച് കഴിയുമ്പോൾ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസാണ് ടോട്ടൽ എക്സ്പോർട്ടിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 2022 എല്ലാ കൺട്രീസിലെ എക്സ്പോർട്ടും 2020 എല്ലാ കൺട്രീസിലും കൂടെ എക്സ്പോർട്ട് ടോട്ടൽ എടുത്തിട്ട് നോക്കുമ്പോൾ എത്ര പെർസെൻറ്റേജ് ഇൻക്രീസാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 40.67%, 72.39%, 38.89%, 62.99%. നമ്മൾ ആദ്യം 2022 ടോട്ടൽ എക്സ്പോർട്ട് കാണുക. 90 + 100 + 180 + 30 + 200 + 150 = 750 എന്ന് കിട്ടും. ഇനി 2020 80 + 50 + 110 + 120 + 100 + 80 = 540. പെർസെൻറ്റേജ് ഇൻക്രീസ് 750 - 540 ഡിവൈഡ് ബൈ 540 × 100 = 38.89% കിട്ടും. ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്. സോ ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ ക്വസ്റ്റ്യൻസ് ആണ്. റീന wanted to eat an ice cream. She took out a phone number online. She repeated the number over and over again while dialing. After order was delivered, she forgot the number. This is an example of the use of which memory processor? അതായത് റീനയ്ക്ക് ഒരു ഐസ്ക്രീം കഴിക്കണമെന്നൊരാഗ്രഹം. അപ്പം നമ്പർ നോക്കി ഓൺലൈനിൽ. അതിനുശേഷം ആ നമ്പർ 2-3 തവണയൊക്കെ ഡയൽ ചെയ്ത് വിളിച്ചു. അതിനുശേഷം ഓർഡർ ഡെലിവേർഡുമായി. അതിനുശേഷം റീന ആ നമ്പർ മറന്നുപോയി. ഇത് ഏത് മെമ്മറി പ്രോസസ്സിൻ്റെ എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷോർട്ട് ടൈം മെമ്മറി, ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ്, എക്കോയിക് മെമ്മറി, ഐക്കോണിക് മെമ്മറി. ഏതായിരിക്കും? ആൻസർ എഴുതുക ഓപ്ഷൻ 1 ആണ്. ഷോർട്ട് ടൈം മെമ്മറിയാണ്. അത് കുറച്ച് നേരത്തേക്ക് മാത്രമാണ് റീന അത് ഓർത്തിരുന്നുള്ളൂ. അതിനുശേഷം അത് മറന്നു പോകുകയും ചെയ്തു. അത് ഷോർട്ട് ടൈം മെമ്മറിയാണ്. ഷോർട്ട് ടൈം മെമ്മറി അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത് നമ്മളൊരു കുറഞ്ഞ സമയത്തേക്ക് ഒരു കുറച്ച് ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനാണ് ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുന്നത്. എക്കോയിക് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ കേട്ട സൗണ്ട്സ് നമ്മൾ കുറച്ച് നേരത്തേക്ക് മെമ്മറൈസ് ചെയ്ത് വെക്കുന്നതാണ്. ഇതൊരു സെൻസറി മെമ്മറിയാണ്. ഓഡിറ്ററി ഇൻഫർമേഷൻസ് പ്രോസസ്സ് ചെയ്യാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എക്കോയിക് മെമ്മറി എന്ന് പറയുന്നത്. ഐക്കോണിക് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വിഷ്വൽ ഇൻഫർമേഷൻ നമ്മളൊരു കുറച്ച് സമയത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമല്ലോ, അതിനാണ് നമ്മൾ ഐക്കോണിക് മെമ്മറി എന്ന് പറയുന്നത്. നമുക്ക് വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമാണ് ഈ വിഷ്വൽ ഇമേജ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ച് നന്നായിട്ട് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഓൾറെഡി നന്നായിട്ട് പഠിച്ചു. അപ്പം നമുക്കതൊരു നമ്മൾ പറയില്ലേ പച്ചവെള്ളം പോലെ പറയുന്നത്, അപ്പോൾ അതുപോലെ നമ്മൾ അങ്ങ് പറഞ്ഞു പോവുകയാണ്. നമുക്കൊരു അറ്റൻഷൻ ഒന്നുമില്ല, ചിന്തിക്കുന്നൊന്നുമില്ല, നമ്മളത് അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നതിനാണ് നമ്മൾ ചെയ്യുന്നതിനാണ് ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇതൊരു അൺകോൺഷ്യസ് പ്രോസസ്സിംഗ് ആണ്, കോൺഷ്യസ് അല്ല. അത് നമ്മൾ നന്നായിട്ട് പഠിച്ചു, നമുക്ക് ആ സ്റ്റാർട്ടിങ് കിട്ടി, നമ്മൾ ആ ഒറ്റ സ്ട്രെച്ചിൽ നമ്മളങ്ങ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ കണ്ടന്റ് ഓഫ് സ്വയംപ്രഭ ചാനൽ 4 വിത്ത് ദ തീം ഓഫ് എഡ്യൂക്കേഷൻ ഹോം സയൻസ് ആർ പ്രൊവൈഡഡ് ബൈ. അതായത് സ്വയംപ്രഭ ചാനലിലെ ചാനൽ 4 എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഹോം സയൻസ് ആണ്. അത് പ്രൊവൈഡ് ചെയ്ത ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. CEC ന്യൂഡൽഹി, IIT മദ്രാസ്, ഇഗ്നോ ന്യൂഡൽഹി, IIT ഡൽഹി എന്നിവയാണ് തന്നിരിക്കുന്നത്. ആൻസർ എഴുതുന്ന ഓപ്ഷൻ 1 ആണ്. CEC ന്യൂഡൽഹിയാണ്. ചാനൽ നമ്പർ 4 സരസ്വത് ആണ് എഡ്യൂക്കേഷൻ്റെ ഹോം സയൻസിൻ്റെയും ചാനൽ. അത് CEC ന്യൂഡൽഹിയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ്, ബേസിക് ആൻഡ് അപ്ലൈഡ് സയൻസ്, പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ, സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റീസ്, കപ്പാസിറ്റി ബിൽഡിംഗ്, സ്കിൽ ആൻഡ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്നിവയെല്ലാം ഇഗ്നോ ന്യൂഡൽഹിയാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഹയർ ഓർഡർ നോളജ് ക്യാൻ മേക്ക് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൗ വെൽ ആൻഡ് ക്വിക്ക്ലി വൺ സ്റ്റുഡൻസ് ലേൺ മെറ്റീരിയൽ? ഏത് ഹയർ ഓർഡർ നോളജ് വെച്ചിട്ടാണ് ഒരാൾ ഫാസ്റ്റായിട്ട് ലേൺ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിക്ലറേറ്റീവ്, റൂട്ട്, മെറ്റാ കോഗ്നിഷൻ, പ്രൊസീജിയറൽ. ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. പ്രൊസീജിയറലാണ്. നമ്മൾ പറഞ്ഞ ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടൈം ആണ്. പ്രൊസീജിയറൽ എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ബേസ് ചെയ്തിട്ടുണ്ട്. റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോട്ട് മെമ്മറി എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ഇൻഫർമേഷൻ മെമ്മറൈസ് ചെയ്യുന്നതോടെ വരെ ലേൺ ചെയ്യുന്നതാണ് റോട്ട് മെമ്മറി എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ വരുന്നത് മെറ്റാ കോഗ്നിഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ് സോഫ്റ്റ്വെയർസ് ദാറ്റ് അലോ ടീച്ചേഴ്സ് ടു ക്രിയേറ്റ് ഡിജിറ്റൽ ലെസൺസ്, അനോട്ടേറ്റ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് കൊളാബറേറ്റ് വിത്ത് സ്റ്റുഡൻസ് ഇൻ റിയൽ ടൈം?
അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഏതൊക്കെയാണ് ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻട്രാക്റ്റീവ് വൈറ്റ് ബോർഡിൽ എങ്ങനെയാണ് ടീച്ചേഴ്സിന് ഡിജിറ്റൽ ലെസൺസ് ക്രിയേറ്റ് ചെയ്യുക, ഡോക്യുമെൻറ്റ്സ് അനോട്ട് ചെയ്യുക, അതുപോലെ തന്നെ സ്റ്റുഡൻസിന് റിയൽ ടൈമിലെ പോലെ തന്നെ കൊളാബറേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ തന്നിരിക്കുന്നത് ജാംബോർഡ്, കംറ്റേഷ്യ, സ്റ്റോം ബോർഡ്, കോൺസെപ്റ്റ് ബോർഡ്, പ്ലോറ്റഗൺ എന്നിവയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് ജാംബോർഡ്, സ്റ്റോം ബോർഡ്, കൺസെപ്റ്റ് ബോർഡ് എന്നിവയാണ് ആൻസർ വരുന്നത്. ക്യാംറ്റേഷ്യ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പ്രസൻറ്റേഷൻസ് നടത്താം, അതുപോലെ തന്നെ മൾട്ടിമീഡിയ റെക്കോർഡിങ്സ് ഒക്കെ നടത്താം. അത് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ വരെയും നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം അത് എഡിറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അതാണ് ഈ ക്യാംറ്റേഷ്യ എന്ന് പറയുന്നത്. അതൊരു വൈറ്റ് ബോർഡ് അല്ല. പ്ലോറ്റഗൺ എന്ന് പറയുന്നത് ഒരു ഫ്രീ 3D മൂവി മേക്കറാണ്. അത് നമുക്ക് പ്ലോട്ട്സും ഡയലോഗ്സും ഒക്കെ വെച്ചുകൊണ്ട് ആനിമേറ്റഡ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഇവിടെ ആൻസർ വരുന്നത് ജാംബോർഡ്, സ്റ്റോം ബോർഡ്, കോൺസെപ്റ്റ് ബോർഡ് എന്നിവയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ടൈപ്പ് ഓഫ് അസസ്മെൻറ്റ് ഡു സ്റ്റുഡൻസ് മെഷർ ദെയർ ഓൺ പ്രോഗ്രസ് അഗെയിൻസ്റ്റ് ദെയർ പ്രീവിയസ് പെർഫോമൻസ് റാദർ ദാൻ എഗെയിൻസ്റ്റ് എക്സ്റ്റേണൽ ക്രൈറ്റീരിയ ഓർ പിയേഴ്സ്? അതായത് നമ്മുടെ എക്സ്റ്റേണൽ ക്രൈറ്റീരിയ പിയേഴ്സിൻ്റെ ആ ഒരു പെർഫോമൻസ് അല്ലാണ്ട് അതൊന്നും നോക്കാണ്ട് നമ്മുടെ തന്നെ പ്രീവിയസ് ആയിട്ടുള്ള പെർഫോമൻസും ഇപ്പോഴത്തെ പെർഫോമൻസും വെച്ചിട്ട് അനലൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അസസ് ചെയ്യുന്നതിന് എന്ത് പേരാണ് വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിയർ അസസ്മെൻറ്റ്, ഐപാസിറ്റീവ് അസസ്മെൻറ്റ്, ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, സബ്മേറ്റീവ് അസസ്മെൻറ്റ്. ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ഐപാസിറ്റീവ് അസസ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ തന്നെ പ്രീവിയസ് പെർഫോമൻസ് ഇപ്പോഴത്തെ പെർഫോമൻസും തമ്മിൽ അസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രസ് മെഷർ ചെയ്യുന്നതിന് നമ്മൾ ഐപാസിറ്റീവ് അസസ്മെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. പിയർ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പിയേഴ്സ് നമ്മുടെ പെർഫോമൻസ് അസസ് ചെയ്യുന്നതാണ്. ഫോർമേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഡ്യൂറിങ് ദ ക്ലാസ് ടൈമാണ്. അതായത് ഒരു ടീച്ചർ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ ക്ലാസ്സിൽ ചോദ്യം ചോദിക്കുന്നത് കുഞ്ഞു ടെസ്റ്റ് പേപ്പറുകളൊക്കെ ഫോർമേറ്റീവ് അസസ്മെൻ്റ് ആണ്. നമ്മൾ എന്തോരം പഠിച്ചു, നമുക്ക് എന്തോരം അറിയാം എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. സബ്മേറ്റീവ് അസസ്മെൻറ്റ് അതായത് ലാസ്റ്റ് നടത്തുന്ന അസസ്മെൻ്റ് ആണ്. അതായത് നമുക്ക് നമ്മുടെ അച്ചീവ്മെൻറ്റ് എന്തോരം ഉണ്ട് എന്നൊക്കെ നോക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഗ്രേഡിങ് നൽകാനായിട്ട് ക്ലാസ് ടോപ്പറെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ നടത്തുന്ന എക്സാമാണ് സബ്മേറ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ തന്നെ പെർഫോമൻസ് പ്രീവിയസും ഇപ്പോഴത്തെ നമ്മൾ അനലൈസ് ചെയ്യുന്ന ഐപാസിറ്റീവ് അസസ്മെൻ്റ് ആണ്. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെയും ഡേറ്റ ഇൻ്റർപ്രിട്ടേഷനിലെയും കൂടി 10 ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്ത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്